ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലെ മൈലാഞ്ചി രാവിൻ്റെ വീഡിയോ കംപ്ലീറ്റ് എനിക്ക് എൻഡിങ് വരെ എടുക്കാൻ പറ്റിയില്ല. ആളും തിരക്കും അതുപോലെ തന്നെ കുറേ ടയർഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ അവൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. ഇന്നലെ ഓൾറെഡി നിൽക്കാൻ കഴിഞ്ഞ് ഇന്ന് സൺഡേ ചെറിയ പരിപാടിയുണ്ട്. ഫാസിൻ്റെ വൈഫൊക്കെ വരുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുഡിൻ്റെ പരിപാടി ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ശേഷം പായസമാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞായറാഴ്ച തന്നെ മെയിനായിട്ട് പെണ്ണുങ്ങളെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആണുങ്ങൾ കുറവായിരിക്കും, എന്നാലും അത്യാവശ്യം ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ പെണ്ണുങ്ങൾ മാത്രമേ ഇന്നുള്ളൂ, ആണുങ്ങന്മാരില്ല. കാറ്ററിങ്ങിൻ്റെ പെണ്ണുങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. വരുന്നവർക്കൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഫാമിലീസിലൊന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാരും അതുപോലെ തന്നെ പെങ്ങന്മാരൊക്കെ എല്ലാവരും ഇവിടെ ഫോട്ടോസിനായിട്ട് ഇവിടെ പോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്യാപ്പിളെ കുളിച്ച് റെഡിയായി മുൻകായിട്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. പ്യാപ്പിളെ ഫോട്ടോസിനായിട്ട് പോസ് ചെയ്യാൻ വേണ്ടി പോകാൻ ഫോട്ടോസിനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പരിപാടിയിൽ നമ്മൾ വേഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയിനായിട്ട് ആണുങ്ങളെ കുറവാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നവർക്കൊക്കെ പെട്ടെന്ന് ഫുഡ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പരിപാടി അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പിന്നെ പെങ്ങന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയും അനിയൻ്റെ ഭാര്യയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചങ്ങായിമാരും കാര്യങ്ങളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയിട്ട് പെണ്ണിനെ ചമയിച്ച ആൾക്കാർ കൂട്ടിയിട്ട് വരുന്നൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ പുറത്ത് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും കയറുന്ന പരിപാടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫാസിനെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ഫാമിലിയിലെ അമ്മമാരും പെങ്ങന്മാരും മൂത്തന്മാരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാർ നമ്മൾ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പാട്ടൊക്കെ പഠിക്കണം. അതൊന്നും ഇങ്ങനെ നമ്മൾ പെണ്ണിനെ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ. അവരവിടുന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണിനെ നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഗൈസ്, പെണ്ണിനെ ചമയിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് തീരെ ശരിയില്ല. കല്യാണത്തിന് ശേഷം എടുക്കുന്ന വീഡിയോ തന്നെ സൗണ്ട് ഓൾറെഡി പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ പെണ്ണിനെ കൂട്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിനെ കൂട്ടി കാറ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈഫും അതുപോലെ തന്നെ ഫറാദിൻ്റെ വൈഫും എൻ്റെ ബ്രദറൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പെണ്ണിൻ്റെ ആൾക്കാരും എത്തിയിട്ടുണ്ട്, നമ്മളെ ആൾക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പെണ്ണിൻ്റെ മുഖം കാണിക്കുന്നതിൽ നമ്മളതിൽ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബ്ലറാക്കിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ പെണ്ണിൻ്റെ വീഡിയോസ് ഉണ്ടാകാം. അപ്പോൾ അത് ഫാമിലിയിൽ ചെറിയൊരു എന്താ പറയുക താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ മുഖം കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, പക്ഷെ നമ്മളെ ഫാമിലിയിൽ കാണിക്കണ്ട എന്നുള്ള രീതിയിൽ ടോക്ക് അങ്ങനെ വന്നുകൊണ്ടാണ് ഈ വീഡിയോയിൽ പിന്നെ പെണ്ണിൻ്റെ മുഖം കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ പെണ്ണിനെ കൂട്ടി എല്ലാവരും അമ്മാറും എൻ്റെ വൈഫും അതുപോലെ തന്നെ ഫറാദിൻ്റെ വൈഫും മൂത്തമ്മയും എല്ലാവരും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹസീന എന്ന കുട്ടീൻ്റെ പേര് കേട്ടോ. അപ്പോൾ നേരെ തന്നെ ഉമ്മ സ്വീകരിച്ചിട്ട് സ്റ്റേജിലോട്ടേക്ക് പിന്നെ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അവിടുന്ന് എന്താ പറയുക മുത്തമൊക്കെ കൊടുത്ത് ഹഗ്ഗൊക്കെ ചെയ്ത് ഹസീനനെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഫയാസും കൂടെ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഗൈസ് ഇതാ പെണ്ണിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരെ ഫാമിലിയൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വീട് കാണാനും ചാപ്പളെ കാണാനൊക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് പിന്നെ ജ്യൂസും അതുപോലെ തന്നെ സ്നാക്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. തൊണ്ടൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംസാരം ഒരു വീടുണ്ടാക്കുക. ഇതാണ് നമ്മൾ പിന്നെ ഇവർക്ക് അറേഞ്ച് ചെയ്ത കേക്ക് കട്ടിങ് ഇപ്പം ഉണ്ടാകുന്നതായിരിക്കും. ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായിരുന്നു. അപ്പോൾ പിന്നെ അസീനയും ഉമ്മിയും ഫയാസും സ്റ്റേജിൽ നിന്നിട്ട് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് നമ്മളെ ചെറിയൊരു പിന്നെ പിള്ളേർ പാട്ടും ഡാൻസും കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ആ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പുതുമണവാട്ടി നമ്മളെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഉമ്മ കൂട്ടി പുതുമണവാട്ടി അസീനെ വീട്ടിലേക്ക് കയറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ വിസ്മയം കൂട്ടിയിട്ട് ഉമ്മ പിന്നെ അസീന തന്നെ വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്നോ?